നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. എക്സൈസ് മന്ത്രി കെ ബാബുവാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച. വളരെ നന്ദി ശ്രീ കെ ബാബു ക്ലോസ് എൻകൗണ്ടറിൽ എത്തിയതിന്. ആദ്യം, മദ്യനയം പ്രായോഗികമായി തിരുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പ്രായോഗികമായി മദ്യനയം തിരുത്താൻ പോകുന്നത്? മദ്യനയത്തിൽ അടിസ്ഥാനപരമായ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെയുള്ളൊരു പ്രശ്നം ഒന്ന്, ഈ സൺഡേ ഡ്രൈ ഡേ ആക്കി. അപ്പോൾ സൺഡേ ഡ്രൈ ഡേ ആക്കിയപ്പോൾ നമ്മുടെ ഈ കോൺഫറൻസ് ടൂറിസം അത് വളരെ പ്രതികൂലമായി ബാധിച്ചതായിട്ട് ഒരുപാട് പെറ്റീഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ബുക്കിംഗ് ഹോട്ടലുകളെല്ലാം ഈ കോൺഫറൻസൊക്കെ ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു പ്രശ്നം, ഈ നവംബറിലെ കണക്ക് വെച്ചുകൊണ്ട് സാറ്റർഡേ ഈ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ബിവറേജസ് കോർപ്പറേഷനിലെ വിൽപ്പന സാധാരണ ദിവസത്തേക്കാൾ 60% കൂടുതലാണ്. ഞായറാഴ്ച ദിവസവും ശനിയാഴ്ചയായിട്ട് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് അഡീഷണലായിട്ട്. അതിൽ പ്രധാനമായിട്ട് ഈ ബിവറേജിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന് വെച്ച് ഡ്രൈ ഡേ പ്രമാണിച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന ആളുകളുടെ ഇതിലുള്ള കേസുകളാണ്. എനിക്ക് തന്നെ ഒരുപാട് കോളുകൾ, പേര് പറഞ്ഞ് നമ്പർ, ഫോണിലും മൊബൈലിൽ വിളിക്കുമ്പോൾ നമ്പറും കിട്ടുമല്ലോ, പലരും വിളിക്കാറുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും. ഈ സൺഡേസിൽ അവിടെ വ്യാജ മദ്യം വിൽക്കുന്നു, ഇവിടെ വിൽക്കുന്നു, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ നിവേദനങ്ങളും ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഞങ്ങളിത് വിലയിരുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ടൂറിസത്തെ ബാധിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 3 സ്റ്റാർ 4 സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ബാറുകളിലാണ് ടൂറിസ്റ്റുകൾ എത്തേണ്ടത്. ആ 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറപ്പിക്കുക എന്നുള്ളതല്ലേ ടൂറിസം മേഖലയെ വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ഏകമാർഗം? അല്ല, അത്രയൊന്നും ഇപ്പം ഞങ്ങൾ പുനഃപരിശോധനയ്ക്ക് ഒരുക്കമല്ല. ഇപ്പം ആകെ ഇത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൺഡേയിലെ പ്രയാസം. അത് വിട്ടിട്ട് കാര്യമായിട്ടുള്ള വിലയിരുത്തലുകളൊന്നും നടക്കുന്നില്ല. ഒന്ന്, ടൂറിസത്തിൻ്റേതാണെങ്കിൽ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ബാറുകൾ അനുവദിക്കേണ്ട സ്ഥിതി നമ്മുടെ നാട്ടിൽ സംജാതമാകും. 2, തൊഴിൽ പുനരധിവസിപ്പിക്കലാണെങ്കിൽ ഈ 418 ബാറുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഈ 418 ബാറുകൾ ബിയർ വൈൻ പാർലറുകളാക്കാൻ പോവുകയാണോ? യാതൊരു തീരുമാനവും അങ്ങനെ എടുത്തിട്ടില്ല. 418 ബാർ ഹോട്ടലുകളുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിയർ വൈൻ പാർലറിൻ്റെ കാര്യത്തിൽ UDF ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോൾ ബിയർ വൈൻ പാർലർ കൊടുക്കാൻ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ നിലനിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഈ ടൂറിസം സെക്ടറിലെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് താങ്കൾ തന്നെ പറഞ്ഞു. കോൺഫറൻസ് ടൂറിസം നമ്മുടെ നാട്ടിൽ സജീവമായി വരുന്ന ഘട്ടത്തിലാണ്. വലിയ തിരിച്ചടി ഇപ്പോൾ ആ മേഖലയ്ക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഒരുപാട് പരാതികൾ വ്യവസായ മേഖലയിൽ നിന്ന് മാത്രമല്ല, മന്ത്രിസഭയിലെ ആളുകൾ തന്നെ. ഇപ്പോൾ ഷിബു ബേബി ജോൺ ടൂറിസം മേഖലയും IT മേഖലയും ബാധിക്കുമെന്ന് ഈ നയം രൂപീകരിച്ച ഘട്ടത്തിൽ തന്നെ UDF മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നൊരു സാഹചര്യം വരികയാണ്. ഈ ടൂറിസം മേഖലയെ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും മാർഗം ഗവൺമെൻറ് കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ടൂറിസം മേഖലയുടെ കാര്യത്തിൽ പ്രധാനമായിട്ട് ഈ കോൺഫറൻസ് ടൂറിസവുമായി ബന്ധപ്പെട്ട് സൺഡേ ഡ്രൈ ഡേ ആക്കിയതിൻ്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പരിശോധിച്ചു വരുന്നത്. കോൺഫറൻസ് ടൂറിസവും സൺഡേ ഡ്രൈ ഡേയും തമ്മിൽ യാതൊരു ബന്ധവും അല്ല, ഉണ്ട്. മിക്കവാറും എല്ലാ കോൺഫറൻസുകളും സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ബാറുകളുടെ കാര്യത്തിൽ തന്നെയാണ്. ഈ പറയുന്ന 312 ബാറുകൾ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 418 മാത്രമേ അടഞ്ഞു കിടക്കുന്നുള്ളൂ. ഈ 312 ബാറുകൾ തുറക്കുന്നതിനാവശ്യമായ നയരൂപീകരണം കോടതി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോടതിക്ക് അതിന് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ കോടതി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കണമെന്നാണ്. 4 സ്റ്റാർ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ലൈസൻസ് നൽകണമെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവിടെ ദുർബലപ്പെടുമ്പോൾ കോടതി അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള അപകടം. ഞങ്ങൾ ഒരിക്കലും ദുർബലപ്പെടുന്നില്ല. ഞങ്ങൾ കോടതിക്ക് യാതൊരുവിധ തെറ്റായ മെസ്സേജും കൊടുക്കില്ല. നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ് മദ്യനയം എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നവരാണല്ലോ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഒക്കെ. ഈ ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ പിന്നെ എന്തിനാണ് ഈ ടൂറിസം മേഖലയിലെ തിരിച്ചടി കണക്കിലെടുത്ത്, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലെ തിരിച്ചടി കണക്കിലെടുത്ത് പ്രായോഗികമായ മാറ്റം വരുത്തുന്നത്? ആലോചിക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ലേ? ഞങ്ങൾ എന്തുകൊണ്ട് ഈ നയം ആവിഷ്കരിച്ചു എന്ന് ചോദിച്ചാൽ ആലോചിച്ചിട്ട് തന്നെയാണ്. ഞങ്ങൾ തുടക്കം തൊട്ട് ഇപ്പോൾ ഈ 5 സ്റ്റാറിന് മാത്രം ലൈസൻസ് കൊടുക്കുന്നുള്ള നയം ഇപ്പോൾ പുതുതായിട്ട് തീരുമാനിച്ചതല്ല. ഞങ്ങളുടെ ആദ്യത്തെ വർഷം 3 സ്റ്റാർ ഹോട്ടലിന് മാർച്ച് 31 വെച്ച് പുതിയ ബാറുകളുടെ കാര്യത്തിലല്ലേ? അത് പുതിയ നയമല്ല, പഴയ ബാറുകൾ കൂടി. പഴയ നയത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ എല്ലാ മേഖലകളിൽ നിന്നും അത്തരം ഒരു ഡിമാൻഡ് ഉയർന്നു വന്നു. കേരളത്തിൽ മദ്യത്തിൻ്റെ ഉപയോഗം മൂലമുണ്ടായ കുടുംബ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും എല്ലാം ഞങ്ങൾ കണക്കിലെടുത്തു.
ഞങ്ങൾ പ്രഖ്യാപിച്ച മദ്യനയത്തിനോടല്ലേ കൂടുതൽ യോജിപ്പല്ല. അതെ, ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അതിൽ തുടർന്നാൽ മതി. നിങ്ങൾ എന്തിനാണ് പിന്നെ ഞങ്ങൾ ടൂറിസവും തൊഴിൽ അല്ല, പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് അല്ല, വീണ്ടും ഈ പറയുന്ന ബാറുകൾക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നത്? അല്ല മിസ്റ്റർ നികേഷ്, ഞങ്ങൾ ആ നയം തുടരുന്നതന്നെ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞത്. നികേഷാണ് പറഞ്ഞിരിക്കുന്നത്. ടൂറിസം മേഖലയിലെ തിരിച്ചടി പരിഗണിച്ച് പ്രായോഗികമായ സമീപനം സ്വീകരിക്കും, അതും ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ കോടതിക്ക് കൃത്യം ചിത്രം ലഭിക്കുകയല്ലേ? കോടതി ഇപ്പൊ തന്നെ 3 സ്റ്റാർ ഹെറിറ്റേജ് ഹോട്ടലുകൾ, 4 സ്റ്റാർ ഹെറിറ്റേജ് ഹോട്ടലുകൾ അനുവദിച്ചിരിക്കുന്നു. ഇനി കോടതി പറഞ്ഞ നിലയിൽ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ടാണല്ലോ കോടതി ചോദിച്ചത് നിങ്ങൾ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണമെന്ന്. നോക്കിക്കോ, ഞങ്ങൾ എന്താ കൊടുക്കാൻ പോണെന്ന് നോക്കിക്കോ. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കൊടുക്കാൻ പോണത്. ഒരു സംശയം വേണ്ട. എങ്ങനെ ചെയ്യാൻ കഴിയും? ടൂറിസം മേഖലയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സൺഡേയുടെ പ്രശ്നമാണ് ഞങ്ങൾ ഗൗരവമായിട്ട് എടുത്ത ഒരു പ്രശ്നം. ബീർ വൈൻ പാർലറിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ അന്തിമമായ തീരുമാനം ആയിട്ടില്ല, ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. പിന്നെ ഈ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് താങ്കൾ ഇടയ്ക്കിടെ പറയുന്നത് ഈ ബിയർ വൈൻ പാർലറുകളുടെ കാര്യത്തിൽ നയപരമായ തീരുമാനം എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ടാണോ? ഈ ബാർ ഉടമകളെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? ഈ 418 ബാറുകളുടെ കാര്യത്തിൽ നമുക്ക് നല്ലൊരു സമീപനം സ്വീകരിക്കാം, നിങ്ങൾ തൽക്കാലം മാണിക്കെതിരായ ആരോപണത്തിൽ തെളിവൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞൊരു കോംപ്രമൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നികേഷിന് എന്ത് വേണമെങ്കിലും പറയാം. ബാർ ഉടമകൾ ഇപ്പൊ വലിയ തെളിവും കൊണ്ടൊന്നും വരുന്നില്ല. താങ്കളാണെങ്കിൽ ഇടയ്ക്കിടെ പറയുന്നുണ്ട് ബിയർ വൈൻ പാർലർ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ തെളിവുണ്ടാക്കി കൊടുക്കണോ? ഞങ്ങൾ തെളിവുണ്ടാക്കി അവരുടെ കാര്യത്തിൽ കയ്യിൽ ഡൈനാമിറ്റുകൾ ഉണ്ടെന്നാണ് ബാർ ഉടമകളുടെ അസോസിയേഷൻ യോഗത്തിൽ ബിജു രമേശ്. ഡൈനാമിറ്റുകൾ പൊട്ടട്ടെ, അപ്പോഴല്ലേ നമുക്ക് അതിന്റെ പരിക്ക് ഉണ്ടാവുന്നില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. കെ ബാബുവിനെ സംബന്ധിച്ചോളം ഒരു ഭയവും ഇല്ല, അവർ ഡൈനാമിറ്റുകൾ പൊട്ടിക്കുകയാണെങ്കിൽ. എനിക്ക് ഒരു ഭയമില്ലല്ലോ, ഞാൻ ഇതുവരെ ഭയപ്പെട്ടിട്ടില്ലല്ലോ, ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ എനിക്ക്. ചീഫ് സെക്രട്ടറി PC ജോർജ് പറഞ്ഞത് ഇത് വെറും 1 കോടിയുടെ മാത്രം കണക്കല്ല, 15 കോടിയുണ്ട്, അതിനകത്ത് 2 കോടി അഭിഭാഷകർക്ക് പോയി 1 കോടി രൂപ മാണി സാറിന് കൊടുത്തു എന്ന് കണക്കാക്കിയാൽ തന്നെ ബാക്കി 12 കോടിയുണ്ട്. ആ 12 കോടി ആർക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് ബാർ ഉടമകൾ വ്യക്തമാക്കണമെന്ന്. അതിൽ പങ്കുപറ്റിയിട്ടുണ്ടോ കെ ബാബു താങ്കൾ? അല്ല നികേഷിന്റെ ചാനൽ ചർച്ചയ്ക്ക് ഞാൻ വന്നു എന്ന് വിചാരിച്ചിട്ട് നികേഷ് ചോദിക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ട് ഓടേണ്ട കാര്യമില്ല. കാരണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നാണ്, തിന്നിട്ടുണ്ടെങ്കിൽ കുടിക്കട്ടെ എന്നാണ് എൻ്റെ നിലപാടാ കാര്യത്തിൽ. എനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. വളയ്ക്കണോ ഒടിക്കണോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഒരാളെ വളച്ചിരിക്കുന്നു, ഇനി നമ്മുടെ നിലയിലേക്ക് കാര്യങ്ങൾ വരും എന്നാണ് ബാർ ഉടമകളുടെ അസോസിയേഷൻ യോഗത്തിൽ പ്രമുഖ ബാർ ഉടമകളെല്ലാം തന്നെ പറഞ്ഞത്. ഈ 12 കോടി രൂപയുടെ കണക്ക് PC ജോർജ് വെറുതെ പറഞ്ഞതാകാൻ യാതൊരു തരവുമില്ല. ഇതിൽ തന്നെയാണ് ബാർ ഉടമകളുടെ അസോസിയേഷൻ മീറ്റിംഗിൽ എല്ലാ ബാർ ഉടമകളും ഇരിക്കുമ്പോൾ പറയുന്നത് 20 കോടി രൂപ കഴിഞ്ഞ 3 വർഷമായി നമ്മൾ മന്ത്രിമാർക്കായി നൽകിയിട്ടുണ്ട്. 20 കോടി രൂപ പിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് അവരാ പറയുന്നത്, ഞാനല്ല. അവര് പൈസ പിരിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ബാബുവിനെ കുറിച്ച് അവിടെ പരാമർശം പറയണ്ട, ബാബു നമ്മളെ സഹായിക്കാൻ പോകുന്നവരാണ്. എന്നെ കുറിച്ച് ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. എന്നെ കുറിച്ചൊന്ന് പരാമർശിപ്പിക്കാൻ വേണ്ടി കുറെ ആളുകളൊന്ന് ശ്രമിച്ചു നോക്കി കാണും, നിങ്ങൾ മാധ്യമക്കാരും ഉൾപ്പെടെ. പക്ഷെ എന്നെ കുറിച്ച് ഒരു പരാമർശം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകേണ്ട കാര്യമില്ല, അതിനുള്ള ഒരു സാധ്യതയും. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട മന്ത്രി താങ്കളായിരുന്നു. അതിനെന്താ? എന്നിട്ട് താങ്കൾക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പോലും ബാർ ഉടമകൾ തയ്യാറാകാത്തത് താങ്കൾ ക്ലീൻ ആയതുകൊണ്ടാണോ അതോ താങ്കൾ അവരെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ? അല്ല, ഞാനെന്താ നിരന്തരം സഹായിച്ചത്? ഞാൻ വന്നതിന് ശേഷം 418 ബാറുകൾ പൂട്ടുന്നതിനെതിരെ ഏറ്റവും ശക്തമായി പ്രതിരോധിച്ചു നിന്നത് ഭരണമുന്നണിയിൽ താങ്കളായിരുന്നു ആദ്യം. ഞാൻ അതിനുശേഷം നയം പ്രഖ്യാപിച്ചല്ലോ. നയം പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഈ നയം പ്രഖ്യാപിച്ചിട്ട് ഉടനെ തന്നെ ഒരു മതമേലധ്യക്ഷൻ ഈ ജീവനക്കാരുടെ പുനരുദ്ധാരണവും മറ്റേ ബോധവൽക്കരണവും ഇല്ലേ, 1 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തത്. കാരണം ഞാൻ പറഞ്ഞത് അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലുള്ള അല്ലെങ്കിൽ ആത്മീയ മേഖലയിലുള്ള മുഴുവൻ ആളുകളും ഇതിനെ സ്വാഗതം ചെയ്യാണ്. ആയിക്കോട്ടെ, അവർ സ്വാഗതം ചെയ്തു. എല്ലാവർക്കും ഓരോ റോളുണ്ടല്ലോ. ഒരു മതമേലധ്യക്ഷൻ പറയുന്നത് 1 ലക്ഷം രൂപ നൽകിയിട്ട് പുനരുദ്ധാരണം മെച്ചപ്പെടുത്താൻ വേണ്ടി എൻ്റെ ആദ്യ സംഭാവന എന്ന് പറഞ്ഞ് നൽകുകയാണ്. ഇപ്പോൾ വേറൊരു മതമേലധ്യക്ഷൻ പറയുന്നത് എന്താണെന്നറിയോ? കെ മാണിക്ക് 1 കോടി രൂപ കൊടുത്തു എന്ന് അന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല, ഇപ്പോൾ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ്. കാരണം വെള്ളം ചേർക്കുന്നത് കണ്ടപ്പോൾ. അല്ല, അദ്ദേഹം ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ചത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള വാർത്തയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള. അല്ല, താങ്കൾ ഏതാണ് വായിക്കുക? പത്രത്തിൽ അടിച്ചു വന്നതാണോ ടെലിവിഷനിൽ ആ ബിഷപ്പ് പറയുന്നത് കേൾക്കുമ്പോഴാണ്? ഞാനിപ്പം നിങ്ങള്
മറ്റേ ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് എല്ലായ്പ്പോഴും താങ്കൾ ടിക്കറിൽ നോക്കണ്ട, താങ്കൾ ആ സാധനം കേട്ടിട്ട് പറഞ്ഞാൽ മതി, താങ്കളുടെ കണ്ണുകൊണ്ട് കണ്ടു പറഞ്ഞാൽ മതി. കെ എം മാണിയെ കുറിച്ച് ഒരു ബിഷപ്പ് എന്തെങ്കിലും ഒക്കെ പറയുക, അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം വരുമ്പോൾ അദ്ദേഹം മാറ്റുക, അത് മാത്രമേ പത്രത്തിൽ വരുന്നുള്ളൂ, അത് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. കെ എം മാണി സാറിന്റെ പാരമ്പര്യത്തെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു അറിവില്ലേ? കെ എം മാണി സാറിനെ കുറിച്ച് കഴിഞ്ഞ 50 കൊല്ലത്തിനിടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപം ആർക്കെങ്കിലും പറയാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ ഒരു കാര്യം വരുമ്പോൾ അങ്ങനെ പൊതു തത്വം പറഞ്ഞ് രക്ഷപ്പെടാനൊക്കെ ഞാൻ പൊതു തത്വമല്ല പറഞ്ഞത്. ഇവിടെ നികേഷ് റെഫർ ചെയ്ത ഒരു ബിഷപ്പിന്റെ പ്രസ്താവനയാണ്. ഞാനിന്ന് പത്രം വായിക്കുമ്പോൾ ബിഷപ്പിന്റെ പ്രസ്താവന എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങള് വാർത്തകൾക്ക് വേണ്ടി ഓരോ മണിക്കൂറിലും ബിഷപ്പ് ഒന്ന് കാര്യം പറയുക, അത് ഉടനെ തിരുത്തുകയും ചെയ്യുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അറിയാത്ത ആളൊന്നുമല്ല കെ ബാബു. അതുപോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങൾ മദ്യനയത്തിൽ പ്രായോഗികമായ മാറ്റം വരുത്തുമെന്ന് പറഞ്ഞു. 2 കാര്യങ്ങളാണ് പ്രധാനമായും പരിഗണിക്കുന്നതെന്ന് താങ്കൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. 1 സൺഡേ ഡ്രൈഡേ, 2 ബിയർ വൈൻ പാർലറുകൾ. ഈ 2 കാര്യങ്ങൾ മാത്രമല്ല, ഇനിയിപ്പോൾ ക്ലബ്ബുകൾക്ക് ബാർ ലൈസൻസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിൽ പോലും പുനർചിന്തനം. ഇത് മാത്രമായിരിക്കും അടുത്ത UDF യോഗത്തിൽ ആലോചിക്കാൻ പോകുന്നത്. അടുത്തത് ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക്, അതായത് കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ അന്തിമ വിധിക്ക് ഇനി ഒരു ഘട്ടം മാത്രമേ ഉള്ളൂ. 2 സിംഗിൾ ബെഞ്ചിൻ്റെ ഇതിൽ നിന്നും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണ്. ഹൈക്കോടതിയുടെ അന്തിമ വിധി ഏതാണ്ട് മാർച്ച് 31 മുമ്പ് വരും. ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഹൈക്കോടതി ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് 4 സ്റ്റാർ അടക്കമുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ തീരുമാനമെടുക്കാനേ പറ്റൂ. എന്നിട്ട് നിങ്ങൾ ഈ ഡ്രൈഡേയുടെ കാര്യത്തിലും ബിയർ വൈൻ പാർലറുടെ കാര്യത്തിലും ക്ലബ്ബുകളുടെ കാര്യത്തിലും കൂടി അനുകൂലമായ തീരുമാനമെടുത്താൽ ഈ തൊഴിൽ പ്രശ്നവും ടൂറിസം പ്രശ്നവും പരിഹരിക്കുമോ? കോടതിയുടെ വിധി വരുമ്പോൾ മാർച്ച് മാസത്തോടെ വരും. അത് വരുമ്പോൾ ഞങ്ങൾ അത് മറയാക്കി ഉപയോഗിക്കും എന്നുള്ള ഒരു സൂചനയാണ് നികേഷിൻ്റെ പ്രസ്താവനയിലുള്ളത്. ഞങ്ങൾക്ക് കോടതി വിധികൾ മറയാക്കി ബാർ ലൈസൻസുകൾ അനുവദിക്കുന്നതാണ് ഞങ്ങളുടെ നയമെങ്കിൽ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് എത്രയോ അവസരങ്ങളുണ്ടായി. ഞങ്ങളതിന് പകരം ഇവിടെ സുപ്രീം കോടതി വരെ പോയി കേസ് ജയിക്കുക ചെയ്തത്. 3 സ്റ്റാറിന് ലൈസൻസ് കൊടുക്കണ്ട എന്നുള്ള ഞങ്ങളുടെ തീരുമാനം സുപ്രീം കോടതി അംഗീകരിച്ചു. പിന്നെ ഞങ്ങളെന്തിനെങ്കിലും ഒരു നയം കൊണ്ടുവന്ന് അങ്ങനെയാണെങ്കിൽ, കാരണം ഞങ്ങൾ വരുമ്പോൾ 3 സ്റ്റാർ ഹോട്ടലിനും 4 സ്റ്റാറിനും 5 സ്റ്റാറിനും ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ. രാഷ്ട്രീയമൊക്കെ ഉണ്ടല്ലോ. ഇല്ല, ഒരു രാഷ്ട്രീയവും ഇല്ല. ഞങ്ങൾ 3 സ്റ്റാർ, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞിരുന്നത്? പഞ്ചായത്തുകളുടെ അധികാരം തിരിച്ചു കൊടുക്കും, വീര്യം കൂടിയ മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ച് വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാൻ നോക്കും. ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ അതിന് പകരം ഞങ്ങൾ ചെയ്തത് എന്താ? ഞങ്ങൾ 3 സ്റ്റാർ വേണ്ടെന്ന് വെച്ചു, 4 സ്റ്റാർ വേണ്ടെന്ന് വെച്ചു. അപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നയം തുടർന്നാൽ മതിയല്ലോ. ആരും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളാ നയം ഉപേക്ഷിക്കണമെന്ന്. ഞങ്ങൾ സ്വയം തീരുമാനിച്ചതല്ലേ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇല്ല, ഞാൻ അതിലേക്ക് പോവുകയാണ് തിരിച്ച്. കെ ബാബു, അത് നിങ്ങളുടെ ഉൾപാർട്ടി പ്രശ്നം കൊണ്ടുണ്ടായതാണ്. VM സുധീരൻ അതിനകത്ത് മൈലേജ് എടുക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹിക്കവയ്യാതെ ഉമ്മൻചാണ്ടി ചാടി ഇറങ്ങിയതാണ്. അങ്ങനെയാണ് ഈ ബാറുകളെല്ലാം പൂട്ടിയത്. അതൊരു നയത്തിന്റെ അടിസ്ഥാനത്തിലോ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലോ അല്ല. അങ്ങനെയാണെങ്കിൽ പ്രകടന പത്രിക കാണിച്ചു തരൂ. എല്ലാ ബാറുകളും ഇവിടെ അടച്ചുപൂട്ടാൻ UDF തീരുമാനമെടുക്കുമെന്ന് UDFന്റെ പ്രകടന പത്രികയിലുണ്ടോ? പിന്നീട് തീരുമാനിച്ചതാണ്. അത് രാഷ്ട്രീയത്തിന്റെ പുറത്താണ്. ഞങ്ങൾ തീരുമാനിച്ചതാണെന്നേ. പിന്നെ ഇവിടെ VM സുധീരന് മൈലേജ് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമൊന്നുമില്ല, തെറ്റിദ്ധരിക്കണ്ട. കാരണം എന്താ അറിയാമോ? അത് KPCC പ്രസിഡന്റ് അല്ലേ? സുധീരൻ എന്ന് പറയുന്ന ആളാരാ? KPCCയുടെ പ്രസിഡന്റ് ആണ്. ഈ KPCC പ്രസിഡന്റ് പറയുന്നത് കേട്ടാ പോരെ? താങ്കളുടെ പ്രസിഡന്റ് അല്ലേ? താങ്കളുടെ കോൺഗ്രസ് പാർട്ടിയുടെ മന്ത്രിയല്ലേ താങ്കൾ? താങ്കളുടെ പാർട്ടിയുടെ പ്രസിഡന്റാണ് ശ്രീ VM സുധീരൻ. VM സുധീരൻ ഇന്നു പോലും പറഞ്ഞത് ഒരു പ്രായോഗിക പ്രശ്നവും മദ്യനയത്തിൻ്റെ കാര്യത്തിൽ ഇനി പരിഗണിക്കേണ്ടതില്ല, എല്ലാ പ്രായോഗിക വിഷയങ്ങളും പരിഗണിച്ചിട്ടാണ് ഈ ബാറുകളെല്ലാം അടച്ചുപൂട്ടിയതെന്നുണ്ട്. എന്നിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് മദ്യനയം തിരുത്തും. മദ്യനയം തിരുത്തില്ല, കാതലായ വ്യതിയാനം ഉണ്ടാകില്ല. പിന്നെ KPCC പ്രസിഡന്റിന് മൈലേജ് കിട്ടുന്നതിൽ ഒരു ദുഃഖമുള്ളവരല്ല ഞങ്ങൾ. എന്നറിയാമോ? VM സുധീരൻ എന്നാണ് KPCCയുടെ പ്രസിഡന്റ്, അല്ലാതെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലല്ലോ. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അങ്ങനെ പറഞ്ഞ് മൈലേജ് എടുക്കണമെങ്കിൽ മനസ്സിലാക്കുക. KPCC പ്രസിഡന്റ് മൈലേജ് കിട്ടിയെന്ന് വിചാരിച്ചാൽ അത് ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടി. ഇപ്പം ഞങ്ങളുടെ പാർട്ടിക്ക് എത്രയോ മൈലേജ് കിട്ടി. അതൊന്നും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. അല്ല, ഈ മൈലേജിന് വേണ്ടിയാണ് KPCC പ്രസിഡന്റ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ബാർ ഉടമകളുടെ പണം വേണ്ട, കള്ളു കുടിക്കുന്നവരുടെ വോട്ട് വേണ്ട, മൈലേജ് കൂടുതൽ കിട്ടുമല്ലേ? കിട്ടണമല്ലോ. ശ്രീ കെ ബാബു, ഇനി അടുത്ത തവണ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ പോകുമ്പോൾ ബാർ ഉടമകളുടെ പൈസ വാങ്ങരുത്, കള്ള് കുടിക്കുന്നവരുടെ വോട്ടും വാങ്ങരുത്. എൻ്റെ നിലപാട് എന്താ? പൈസ ആരുടെയെങ്കിലും വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും 2 വട്ടം ആലോചിക്കണം. ഏതെങ്കിലും
തെറ്റായ മാർഗത്തിലുള്ള അല്ലെങ്കിൽ കളങ്കിതരായ ആളുകളുടെ പണമാണ് വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിച്ച് മേടിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. 2, വോട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാവരുടെയും വോട്ട് വേണം. മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. താങ്കളുടെ KPC പ്രസിഡന്റ് അല്ലേ? അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ അഭിപ്രായം എങ്ങനെയാണ്? KPC പ്രസിഡന്റ് പദവിയിലിരുന്ന് VM സുധീരന് സ്വന്തം അഭിപ്രായം പറയാൻ കഴിയുമോ? KPC പ്രസിഡന്റ് പറയേണ്ടത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ്. അതെ, KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യം, ഈ കാര്യം KPC പ്രസിഡന്റിന്റെ മാത്രം അഭിപ്രായമാണെന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പാർട്ടിയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഇതുപോലെ നയപരമായ പ്രശ്നങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ പാർട്ടിയിലും കൂടി ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബാർ ഹോട്ടലുകാർ എന്ന് പറഞ്ഞാൽ കളങ്കിതർ എന്നുള്ള അർത്ഥത്തിലല്ലേ പറയണത്? കെ ബാബു ഇതുവരെ ബാർ ഹോട്ടലുകാരുടെ പണം വാങ്ങിയിട്ടില്ല ഇലക്ഷന്? ഞാൻ വാങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഒരു തെരഞ്ഞെടുപ്പിലും വാങ്ങിയിട്ടില്ല. ഇല്ലല്ലോ. എറണാകുളത്ത് കഴിഞ്ഞ ഒരു 5-6 തവണയായി ജയിച്ചു വരുന്ന ശ്രീ കെ ബാബു ഇതുവരെ ബാർ ഉടമകളുടെ പണം വാങ്ങിയിട്ടില്ല ഇലക്ഷന് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്ല, വിശ്വസിക്കണ്ട. എനിക്ക് നികേഷിനെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് എന്തായാലും വിശ്വാസമില്ല. അല്ല, കേൾക്കുന്നവരുടെ വിശ്വാസത്തിനെ കുറിച്ച് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. നികേഷിനെ വിശ്വസിപ്പിക്കണമെന്ന് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പണം വാങ്ങും. പണം സംഭാവനയൊക്കെ വാങ്ങേണ്ടി വരും. ഇപ്പൊ നമ്മളൊരു പാർട്ടി പരിപാടി സംഘടിപ്പിക്കണം. ആ പാർട്ടി പരിപാടിക്ക് ഇത്ര സൈസിലുള്ള സ്റ്റേജ് വേണം, ഇത്ര അധികം ഗംഭീരമാകണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർ അതിന്റെ പണം പിരിക്കേണ്ടി വരും. സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത് ഞാൻ ബാറുടമകളുടെ പണം മുമ്പ് വാങ്ങിയിട്ടുണ്ട്, ഇനി വാങ്ങണോ എന്നുള്ള കാര്യം തീരുമാനിക്കാം എന്നുള്ളതല്ലേ. ഞാൻ ബാറുടമകളുടെ മേടിച്ചിട്ടില്ല. ഈ പിറവം തെരഞ്ഞെടുപ്പ് പോലും നടത്തിയത് ശ്രീ കെ ബാബു ബാറുടമകളുടെ പണം വാങ്ങിയിട്ടാണെന്നുള്ള ആക്ഷേപം വാങ്ങി. തൃപ്പൂണിത്തറയും മറ്റേ തെരഞ്ഞെടുപ്പുകളൊക്കെ അങ്ങനെ പോട്ടെ. നികേഷ് പിറവം തെരഞ്ഞെടുപ്പ് ഒരുപാട് ആഘോഷിച്ചല്ലോ, നിങ്ങളെല്ലാം മീഡിയക്കാർ ആഘോഷിച്ചല്ലോ. ഞങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുതരുന്ന വിഭവങ്ങൾ വെച്ചല്ലേ ഞങ്ങൾ ആഘോഷിക്കാറുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം? നിങ്ങൾ ഒരുപാട് ആഘോഷിച്ചല്ലോ. ഇത് പിറവം തെരഞ്ഞെടുപ്പിന്റെ അന്ന് കുറെ ഞാൻ നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പിലാണ് കള്ളു വിളമ്പി എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. ഒരു വിളമ്പലും നടന്നിട്ടില്ല ഇതുവരെ, അങ്ങനെ ഒരു ആക്ഷേപം. അതുപോട്ടെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. KPCC പ്രസിഡന്റ് പറയുകയാണ്, KPCC പ്രസിഡന്റിന് സ്വന്തം നിലക്ക് അഭിപ്രായ പ്രകടനം നടത്താൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ? KPCC പ്രസിഡന്റ് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. എല്ലാ കാര്യങ്ങളും സ്വന്തം നിലക്ക് പറയാൻ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതുപോലെ രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് ഞങ്ങൾ ആരും ചോദ്യം ചെയ്യാറില്ല. പക്ഷേ ഇതൊരു നയപരമായ പ്രശ്നമാണ്. കാരണം വോട്ടിന്റെ കാര്യമാണ്. ഞാൻ ഇന്നലെ ഒരു ചാനലിൽ പറഞ്ഞു, ഞങ്ങളുടെ നേതാവ്, ഞങ്ങൾ ഏറ്റവും വലിയ ആദർശധീരനായിട്ട് കണക്കാക്കുന്ന നേതാവ് കേരളത്തിൽ AK ആന്റണി തന്നെയാണ്. അദ്ദേഹം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. ഞാൻ ഇന്നലെ ഒരു ചാനലിൽ ഈ കാര്യം പറയുന്നത്. നമുക്കിപ്പോൾ ആദർശത്തിന് ഒരു റേറ്റിംഗ് വെച്ച് കൊടുക്കാൻ പറ്റില്ല. AK ആന്റണിക്ക് ഇത്ര പറയാം, VM സുധീരന് ഇത്ര പറയാം എന്ന് പറയാൻ കഴിയില്ലല്ലോ. VM സുധീരന് തോന്നുന്ന കാര്യങ്ങൾ VM സുധീരനും പറയും. പറഞ്ഞോട്ടെ, അദ്ദേഹം പറയുന്നതിന് ഒരു എതിർ. ഇപ്പം ഞാനേ ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞു, അത് ഗവൺമെന്റ് നയമായിട്ട് കണക്കാക്കുവോ? പറ്റില്ലല്ലോ. ഞാൻ എക്സൈസിന്റെ കാര്യം ഇപ്പം നാളെ ബിയർ വൈൻ പാർലറുകൾ തുറന്നു കൊടുക്കുമെന്ന് താങ്കൾ പറയുകയാണെങ്കിൽ അത് ഞങ്ങൾ എടുക്കുക, അത് ഗവൺമെന്റിന്റെ അഭിപ്രായമായിട്ടാണ് എന്ന് പറയുന്നത് പോലെ VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ VM സുധീരൻ പറയുന്ന കാര്യങ്ങൾ KPCCയുടെ അഭിപ്രായമായിട്ടേ ഞങ്ങളെല്ലാം എടുക്കൂ. അതുകൊണ്ടാണ് ശ്രീ കെ ബാബുവിനോട് ഞാൻ പറഞ്ഞത്, തൃപ്പൂണിത്തറയിൽ ഇനി മദ്യപിക്കുന്നവരുടെ വോട്ട് ചോദിച്ചു പോകരുത്. മദ്യപിക്കുന്നവരുടെ എന്നല്ല, അവിടെ ഞാൻ മൈക്കിൽ കൂടെ പറയണത് എന്താ, നിങ്ങളെല്ലാവരും കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം. അപ്പം അതിനകത്ത് എനിക്ക് മദ്യ ലോബികളുടെ വേണ്ട, കളങ്കിതരായ കോൺട്രാക്ടർമാരുടെ വേണ്ട, കച്ചവടക്കാരൻ ഉണ്ടെങ്കിൽ അവരുടെ വേണ്ട. അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങ് തള്ളിപ്പറയും. KPCC പ്രസിഡന്റ് തള്ളി പറയാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. ഞാൻ KPCC പ്രസിഡന്റ് തള്ളി പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതെന്റെ അഭിപ്രായമല്ല. പാർട്ടിയിൽ അത്തരം ഒരു തീരുമാനം എടുത്തിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. VM സുധീരൻ ഈ ആദർശം ഇങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടി ബാക്കിയുള്ളവരെയൊക്കെ ബലി കൊടുക്കുകയാണ്. ഇപ്പോൾ VM സുധീരൻ്റെ ജാഥ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പിരിവെടുത്ത 5000 രൂപ ഒരു ബാർ ഉടമയുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തു. ഉടനെ അയാളെ പുറത്താക്കി. വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ സ്റ്റേജിലിരുന്നു എന്ന് പറഞ്ഞു, അയാളെ പുറത്താക്കി. അടുത്ത ആൾക്ക് വേറെന്തോ ഒരു ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ച് ആളെ പുറത്താക്കി. ഈ നിലയിൽ ശ്രീ കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് വെറും വെജിറ്റബിൾ ജനപക്ഷ യാത്രയാണ് എന്ന്. ഇവിടെ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്. CPM-ഉം CPI-യും അവിടെ റോഡിൽ കിടന്ന് അടിക്കുകയാണ്, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. നെഹ്റുവിൻ്റെ പാരമ്പര്യം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ പോലും അപമാനിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം നടക്കുന്നു. അത്തരം രാഷ്ട്രീയം പറയാതെ, കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് നോക്കാതെ, തൻ്റെ ആദർശം മാത്രം വിളമ്പുന്ന ജനപക്ഷ യാത്ര
അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നാണോ? കോൺഗ്രസിനെ കുറിച്ച് കുറ്റം പറയാതെ മാർക്സിസ്റ്റ് പാർട്ടിക്കും, മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയാതെ കോൺഗ്രസിനും കേരളത്തിൽ ഒരു ജാഥ നടത്താൻ സാധിക്കില്ല. അത് യാതൊരു സംശയം. എന്തിനാണ് ദേശീയ തലത്തിൽ BJP കുറിച്ച് പറയാതെ പരാമർശിക്കാതെ കോൺഗ്രസിന് ജാഥ നടത്താൻ സാധിക്കില്ല. CPM ഇപ്പോൾ ഇടതുമുന്നണിയെ കുറിച്ച് പറയാതെ UDF ജാഥ നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ LDF UDF കുറിച്ച് പറയാതെ പറ്റുമോ? നിങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിലെ നഗ്ന യാഥാർത്ഥ്യങ്ങളാണ്. അത് ആരും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ കേരളത്തിലെ ആളുകൾക്ക് അറിയാം. ആദർശമൊക്കെ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കലായിക്കൊള്ളട്ടെ, പക്ഷേ ഇതൊരു പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കുറേ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. അത് KPCC പ്രസിഡന്റ് പദവിയിലിരിക്കുമ്പോൾ KPCC പദവിയിലിരിക്കുന്ന ആ ആൾ ചെയ്യണം എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ശ്രീ കെ ബാബുവിനെ പോലുള്ളവർ ധൈര്യം കാണിക്കാത്തത്? എനിക്ക് എന്നെ എത്ര പ്രകോപിപ്പിച്ചാലും ഞാൻ ഇപ്പോൾ ഉദ്ദേശിച്ച ധൈര്യം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം പറയേണ്ടി വരും. പറയാതിരിക്കാൻ പറ്റില്ല. പറഞ്ഞില്ലേ ഇതുവരെ എങ്ങും പറഞ്ഞില്ല എന്നാണ് നികേഷാണ്. കെ മുരളീധരൻ മുൻ KPCC പ്രസിഡന്റ്. അതെ, KPCCയുടെ ഒരു ജാഥ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രചരണ ജാഥയാണ്. അല്ലാതെ രാഷ്ട്രീയ പ്രചരണ ജാഥ അല്ലാതെ പിന്നെ എന്ത് ജാഥ നടത്തുന്നത്? PM സുധീരൻ ഈ ജാഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? യാതൊരു വിധത്തിലുള്ള മാറ്റവും മദ്യനയത്തിൽ ഉണ്ടാകേണ്ടതില്ല. പ്രായോഗികത പരിഗണിച്ചിട്ട് തന്നെയാണ് ഈ മദ്യനയം രൂപീകരിച്ചത്. ഇനി അതിൽ തിരുത്തൽ ആവശ്യമില്ല. കാതലായ തിരുത്തലുകൾ ഉണ്ടാകില്ലെന്ന് ഞാൻ ആവർത്തിച്ച് പറയാം. അതേ സമയത്ത് പ്രായോഗികമായൊരു സമീപനങ്ങൾ ഈ വിഷയത്തിൽ നിന്നല്ല ഏത് വിഷയത്തിലായാലും ഗവൺമെന്റിന് സ്വീകരിക്കേണ്ടി വരും. ഏത് ഗവൺമെന്റ്? നാളെ PM സുധീരൻ കേരള മുഖ്യമന്ത്രി ആയെന്ന് വിചാരിച്ചോ? അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും അദ്ദേഹത്തിനും പ്രായോഗികമായ നിലപാട് എടുക്കുന്നു. PM സുധീരൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ ഒരാളാണോ? എന്തെങ്കിലും സംശയമുണ്ടോ? കേരളത്തിൽ ആരല്ലാതെ ഞാനല്ലേ? ഉമ്മൻചാണ്ടിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് PM സുധീരനാണോ ഉത്തരം? അല്ല, ഞാൻ പറയുന്നത് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാവരും മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും യോഗ്യരാണ്. താങ്കൾക്ക് പൊതുജ്ഞാനം കുറച്ച് കൂടുതലായതുകൊണ്ടായിരിക്കും പല വിഷയങ്ങൾ വരുമ്പോൾ ഒരു പൊതുതത്വം പറഞ്ഞ് ഒഴിവാക്കുക. ഞാൻ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ ആളായതുകൊണ്ടാണോ ഇനി VM സുധീരൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്? ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒന്നും ഇപ്പൊ ചിന്തിക്കേണ്ട ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇല്ല. അല്ലെ, കേരള രാഷ്ട്രീയത്തിൽ ഇപ്പൊ എന്താ കാര്യം? നമ്മളിപ്പോ ആർക്ക് ശേഷം കെ ബാബുവിന് ശേഷം എക്സൈസ് മന്ത്രി ആരെന്ന് ചിന്തിക്കാനുള്ള സാഹചര്യമൊക്കെ കേരളത്തിലുണ്ട് എന്നതുപോലെ ഉമ്മൻചാണ്ടിക്ക് ശേഷം മുഖ്യമന്ത്രി നമുക്ക് കേരളം അങ്ങ് നീണ്ടു കിടക്കല്ലേ? ഇന്നും നാളെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. UDF പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവിനെ കണ്ടെത്തി വെക്കുന്നത് എപ്പോഴും നല്ലതാ. എനിക്ക് ശേഷം ആരെന്നുള്ള ചിന്തിക്കണതിന് ഒരു തെറ്റുമില്ല. കാരണം ഞാനിപ്പോ യാദർച്ഛ്യമായിട്ടും മന്ത്രിയാകാം. ആ സമയത്ത് കേരളത്തിലെ ഉമ്മൻചാണ്ടി എത്രയോ അംഗീകാരമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമി ആരാന്നുള്ളത് ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പിൻഗാമികൾ അപ്പൊ വരും. 2014 ഉമ്മൻചാണ്ടി തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി UDF-ന്റെ. 2016 ആകുമ്പോ ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞു. അതാന്ന് വരുമ്പോ ഞങ്ങളുടെ പാർട്ടി അതിനകത്തൊരു തീരുമാനം. ഇനി ഒരു കൊല്ലം പോലും ഇല്ല. ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തോളും. ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയാണ്. ഒരു സംശയം. വളരെ നന്ദി ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തതിന്.